ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണവ തോരൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഇവിടെ കണവ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 എണ്ണമുണ്ട് കണവ. അത് നമ്മളിനി കഴുകി വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കിയ കണവ ഇനി അതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കണവയ്ക്ക് വേണ്ട കൂട്ട് റെഡിയാക്കാനായി ഇവിടെ ഞാൻ കുറച്ച് മല്ലിയും മുളകും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ശകലം കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് ശകലം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ കണവ വേവാൻ വേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൂട്ടൊക്കെ എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കിയിട്ട് അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ഇനി അതിലേക്ക് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി അതിലോട്ട് നമ്മൾ ഒരു സവാള അരിഞ്ഞ് വെച്ചതാണ്. ഒരു വലിയ സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ അടച്ച് വെച്ചിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കണവയെല്ലാം നല്ലവണ്ണം വറ്റി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ തേങ്ങയും കണവയും എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇവിടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൽ ശകലം നമ്മൾ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുക് തളിക്കണം. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കടുക് അടിച്ച കൂടെ അതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണവത്തോരൻ സൂപ്പറായിട്ടുണ്ട്.